അസ്സലാമലൈക്കും. നമ്മളൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മളത് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് നമ്മളൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. എല്ലാം കൂടെ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനെഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സാക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ്, അതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ മുട്ടയുടെ മിക്സിലൊന്ന് അലിഞ്ഞു വരുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതായത് ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവ് വയ്ക്കാരം, ഒത്തിരി കട്ടിയായിട്ടുള്ള മാവ് ഉണ്ടാക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ നല്ല നൈസായിട്ട് പരത്തരുത്. ഇത് ചപ്പാത്തിനേക്കാളും കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. നമുക്കൊരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലിപ്പത്തിൽ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ പീസാക്കി മാറ്റാം നമുക്കെല്ലതും. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഡയമണ്ട് കട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ മുഴുവൻ നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നല്ല വീർത്ത് നല്ല പൊള്ളച്ചിട്ടാണ് നമുക്കിത് കിട്ടുക. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. റെസ്റ്റിംഗ് ടൈമൊന്നും വേണ്ട. കുഴക്കുക, പരുത്തുക, കട്ട് ചെയ്യുക, ഫ്രൈ ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്കൊരു ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ സ്നാക്സും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ മുഴുവൻ സ്നാക്സും നമ്മൾ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് കാണിക്കുക. ഉൾഭാഗമൊക്കെ നല്ല വെന്ത് വീർത്ത് വന്നിട്ടുണ്ട്. അടിപൊളി സ്നാക്സാണ്. നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഹണി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹണി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ഹണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പഞ്ചസാര അധികം ചേർക്കാത്തതുകൊണ്ട് സ്നാക്സിന് ഒത്തിരി മധുരമൊന്നും ഉണ്ടാവില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.